എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രി കുറച്ച് പേര് വന്നിട്ട് ചെയ്തു വെച്ച കൊടും ക്രൂരത അതൊന്ന് കാണിക്കാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് ആൾക്കാർ കാണാൻ ചാൻസ് കുറവാണ്. അതേസമയം ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ചെയ്തതാണെങ്കിൽ അതിന് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാവും, മില്യൺ കണക്കിന് ഷെയർ, ലൈക്ക്, കൊടൂര വൈറലാക്കും. എന്നെപ്പോലുള്ള ആൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ചെയ്താലും ആരും അങ്ങനെ സപ്പോർട്ടും ചെയ്യില്ല. ഈ വീഡിയോ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി വളരെയധികം ക്രൂരമായിട്ടും ഒക്കെയാണ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ 4 ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 മരണപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞ് ശേഷം ഇപ്പോൾ ഏകദേശം 10-20 ദിവസം കഴിഞ്ഞ് മരിച്ചിട്ട്. അപ്പം മരിക്കുന്നതിന് മുന്നേ 2 ആഴ്ച വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം അനുഭവിച്ചിട്ടാണ് ആ 2 പേരും പോയത്. അപ്പോൾ ഇപ്പോഴാണ് ഓർക്കുന്നത്, അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ വിളിച്ചു, വന്നില്ല. അപ്പോൾ ഈ 2 പേര് പോയ 2 പേരുമാണ് അത് കഴിച്ചത്. മറ്റുള്ള 2 പേർക്ക് അങ്ങനെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഈ 2 പേരും ആ പപ്പായ കഴിച്ചു. അപ്പോൾ സംഗതി എന്തെന്ന് വെച്ചാൽ, ഈ ചെയ്തു വെച്ച ക്രൂരത എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ബാക്കി പറയാം. ഇത് കണ്ട കുത്തി കൊന്നിട്ട് കണ്ട എത്ര വേദന സഹിച്ചിട്ടായിരിക്കും ഈ മരണം നടന്നത്. ഇതും ഒരു ജീവനുള്ള വസ്തുവല്ലേ. ഈ ഒരു അവസ്ഥ നോക്കി, ഇതുപോലെ എത്ര എണ്ണം. ഇതെങ്ങനെ ശരിക്കും കർഷകരെങ്ങനെ സഹിക്കും? ഞങ്ങളാകുമ്പം പിന്നെ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അതുപോലെ ഒന്ന് മാത്രമല്ല, പിന്നെ ഇതൊക്കെ കണ്ടോ, ഇത് ഒരുപാടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത്രയും കുറച്ചാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ അത് തന്നെ കാണുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. ഒക്കെ നോക്കിയാൽ ഇത് കഴിഞ്ഞ വർഷം 5 കിലോ, ഒരു പൈനാപ്പിൾ 5 കിലോ ഉണ്ടായതാണ്. ഞാനത് വീഡിയോയിലൂടെ കാണിച്ചു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചെടിയാണിത്. ഇതൊക്കെ നോക്കിയാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളെ നശിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ വലിയ ആൾക്കാർ, വലിയ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഓരോ സാധനവും നശിപ്പിച്ചിട്ടാകുമ്പോൾ അവരെങ്ങനെ സഹിക്കും? അപ്പോൾ ഈ സാധനങ്ങൾ വന്നിട്ട് ഇതെല്ലാം നശിപ്പിക്കുന്ന സമയത്ത് ഇവിടുന്ന് പട്ടി കുരക്കുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അല്ല, ചിലർക്ക് വളരെയധികം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ 4 പട്ടിയുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 4 പട്ടിയുള്ളത് 2 മരിച്ചു. 2 മരിക്കാനുള്ള കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. അടുത്ത പറമ്പത്തുനിന്ന് ഒരു പപ്പായ പോലത്തെ ഒരു സാധനം 2 പട്ടികളും കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ബ്ലാക്ക് പട്ടികൾ എന്ന് പറയാൻ താല്പര്യമില്ല, 2 മക്കൾ. അപ്പോൾ അവർ ആ 2 കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ടു, എൻ്റെ അമ്മയും കണ്ടു. പിന്നെ അത് കഴിച്ചിട്ട് 2 ആഴ്ച വളരെയധികം ദുരിതം അനുഭവിച്ച്, കഷ്ടപ്പാട് അനുഭവിച്ച്. അതുപോലെ തന്നെ ഞാനും ഇതിനെല്ലാ ദിവസവും കണ്ണൂർ കൂട്ടിയിട്ട് പോക്കും, വണ്ടിയിൽ ഇവിടുന്ന് കൂട്ടിയിട്ട് പോക്കും വരവില്ലാകുമ്പോൾ 1000-ന് മേലെ രൂപ വരും. അപ്പം അങ്ങനെ പൈസേൻ്റെ അല്ല, പക്ഷെ പൈസ ചിലവാക്കിയിട്ടും അവർ 2 പേരും ജീവിച്ചിരുന്നില്ല. 2 പേര് കഴിച്ചിരുന്നു, ബാക്കി 2 പേര് ആ സാധനം കഴിച്ചില്ല, അങ്ങോട്ട് പോയിട്ടുമില്ല. അപ്പോൾ ആ 2 പേരും നമുക്ക് നഷ്ടപ്പെട്ട്. അപ്പം നഷ്ടപ്പെട്ടതിന് ശേഷം ഇവിടെ എൻ്റെ പറമ്പത്ത് തന്നെ, വീട്ടിൻ്റെ ബാക്കിൽ തന്നെ ഞാനതിനെ അടക്കം ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും 2 നേരമെങ്കിലും 2 പ്രാവശ്യമെങ്കിലും ഞാൻ പോയിട്ട് ആ കുഴിമാടത്തിനരികെ പോയിട്ട് മനസ്സിലെ കണ്ണീര് വാർക്കാറുണ്ട്. എന്നും ഇപ്പോഴും ഇത് സഹിക്കാൻ പറ്റില്ല. അത്രയും സ്നേഹമായിരുന്നു ഞങ്ങളോടും. അതുപോലെ തന്നെ കലർപ്പില്ലാത്ത സ്നേഹം, മനുഷ്യന്മാർ തരാത്ത ഏറ്റവും വലിയ സ്നേഹമാണ് ഇവർ തരുന്നത്. അപ്പോൾ അത് വിചാരിക്കുമ്പോൾ തന്നെ സങ്കടമാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് വലിയ ഉപകാരമുണ്ട് എല്ലാവർക്കും, നാട്ടുകാർക്കും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് എല്ലാ കൃഷിയും അതും ഇതും നശിപ്പിക്കുമ്പോൾ ഇവർ കുരക്കുമ്പോൾ രാത്രി എഴുന്നേറ്റ് നോക്കിയാൽ, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം ഓടിപ്പോവും. ഞാൻ കാണിച്ചില്ല, വലിയ കശുമാവാണ്. ഒരുപാട് കശുവണ്ടി ഉണ്ടാകുന്നൊരു കശുമാവാണ് അത്. കുറേ കാലമായി അതിൻ്റെ പിന്നാലെ ഈ പന്നികൾ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുത്തി അതിൻ്റെ തോല് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് തോല് കഴിക്കുന്നുണ്ട്. കാരണം ആ തോലൊന്നും ഇവിടെ വേസ്റ്റായിട്ട് ഇട്ടിട്ട് കാണാറില്ല. അങ്ങനെയാണ് ഈ വലിയൊരു കശുമാവ് ഉണങ്ങിയത്. എന്താ അവസ്ഥ അല്ലേ? ഇതിനെതിരെ ആരും ശബ്ദിക്കാനില്ല, അല്ലെ ശബ്ദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളെ സങ്കടം ഈ ചെറിയൊരു
കാര്യമായതുകൊണ്ട് നമുക്ക് ചെറിയൊരു സങ്കടം. ഇതേപോലെ വലിയ കൃഷിക്കാരൊക്കെ അവരുടെ എല്ലാം നെഞ്ച് പൊട്ടിപ്പോവില്ലേ ഇങ്ങനെയുള്ള അവസ്ഥ കാണുമ്പോൾ. അതുപോലെ ഇത്രയും വിറകിൻ്റെ കൂന കണ്ട. ഇത് മാത്രമല്ല കൈക്കൊമ്പെല്ലാം മാറ്റി അങ്ങോട്ട് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നശിപ്പിച്ചത് ഇവർ തന്നെയാണ്. രാത്രി വന്നിട്ട് കുത്തിയിട്ട് ഇതിൻ്റെ തോലൊക്കെ തിന്നിട്ട് കാണാം, തോലൊക്കെ വലിച്ച് തിന്നിട്ട് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ആ കുണ്ട ഇത് കണ്ട, ഈ ഒരു വലിയ കശുമാവാണ് ഇത്. നോക്കുക, ഇതിപ്പോൾ ഇന്നലെ വന്നിട്ട് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കളിച്ച് ഇതാ ആ സാധനത്തിനെ കൊണ്ട് കുത്തി പണിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സാധനം ഈ കശുമാവ് വലിയൊരു കശുമാവായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കുത്തി താറ്റിയിട്ട് വെച്ചിട്ട് നോക്കിയിട്ട്, അതുമാതിരി കഴിഞ്ഞ വർഷം ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഒരു 100-ലധികം ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പ, പിന്നെ മധുരക്കിഴങ്ങ് കുറേ നട്ടിട്ടുണ്ടായിരുന്നു. തറയാക്കിയിട്ട് 4-5 തറയാക്കിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിച്ച് ഈ ചേമ്പും മധുരക്കിഴങ്ങും അതുപോലെ തന്നെ കപ്പയും ഒന്നും നമുക്കെടുത്ത് കഴിക്കാനോ ഒന്നിനും കിട്ടിയിട്ടില്ല. എല്ലാം ഓരോ പ്രാവശ്യം വന്നിട്ട് 10-15 ചേമ്പ് കുത്തി ഇളക്കിയിടുക, വീണ്ടും അടുത്ത ദിവസം ഇങ്ങനെ വന്നിട്ട് എല്ലാം നശിപ്പിക്കുക. ഇതാണ് കഴിഞ്ഞ വർഷത്തെ. അതുകൊണ്ട് ഈ വർഷം ഒന്നും ഇവിടെ നട്ടിട്ടില്ല. അപ്പോൾ ഈ വർഷത്തെ ബാക്കിയുള്ള ഈ കുറച്ച് വാഴയുണ്ട്, അതുപോലെ തന്നെ ഇനിയിപ്പം കുറച്ച് തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങും ഇതേമാതിരി കുത്തി ഇളക്കും. ഈ വാഴകൾ ഇനിയിപ്പം 2 ദിവസം വന്നാൽ ഇത് മൊത്തം ഇപ്പം നശിപ്പിക്കും. അതാണ് അവസ്ഥ. ഇതിനൊന്നും ഒരു തടയിടാനോ അല്ലെങ്കിൽ ഒന്നിനൊരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ കർഷകരെല്ലാം ഓരോ സാധനങ്ങളും നശിപ്പിച്ചിട്ട് കാണുമ്പോൾ എങ്ങനെ സഹിക്കും. അപ്പോൾ എൻ്റെ കൊച്ചു വേദന ഇതിൽ പറഞ്ഞു തന്നെ. അതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ സാധനങ്ങൾ വരുന്ന സമയത്ത് രാത്രി അർദ്ധരാത്രിയെല്ലാം 4 ഡോഗ്സും കൂടിയിട്ട് കുര ഭയങ്കരമായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്, സത്യം ശരിയാണ്. പക്ഷേ ഇങ്ങനെ പന്നികളൊക്കെ വരുമ്പം ഇവർ നന്നായിട്ട് കുരക്കും. ആ സമയത്ത് എഴുന്നേറ്റിട്ടൊന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഓടിപ്പോവും. വലിയ വലിയ കർഷകർക്കെല്ലാം ഇത് താങ്ങാനുള്ള ഒരു മനസ്സ് കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വന്ന് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ട ഇതുപോലത്തെ ഇപ്പം 4 എണ്ണം ബാക്കിയുണ്ട്. ബാക്കി എല്ലാത്തിനും എന്താ സംഭവിച്ചതെന്നറിയില്ല. ഇതെന്താ ഇത്ര കാണിക്കാമെന്ന് തോന്നരുത്. വലിയാള വേദനയും ചെറിയാള വേദനയും വേദന തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചത്. എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ.